ഇത് കേരളത്തിൽ നിന്നുള്ള ഒരു വനിത ഇസ്രയേലിയൻ ജനതയ്ക്ക് ചങ്കൂറ്റത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമായി മാറിയതിനെ പറ്റിയുള്ള ഒരു വാർത്തയാണ്. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പാലമായി അവർ മാറിയതെങ്ങനെ എന്ന കഥയാണ്. കണ്ണൂരിൽ നിന്നുള്ള കെയർടേക്കറായ സബിത ഇപ്പോൾ ഇസ്രയേൽ അവരുടെ ധീരതയെ ആദരിച്ചിരിക്കുന്നത് ഒരു സമ്മാനം നൽകിക്കൊണ്ടാണ്. കഥ തുടങ്ങുന്നത് 2023 ഒക്ടോബർ 7 ആ ഭയാനകമായ പ്രഭാതത്തിലാണ്. ഗാസ അതിർത്തിക്ക് സമീപമുള്ള ജൂത കമ്മ്യൂണിറ്റികളിൽ ഹമാസ് പൊടുന്നനെ ആക്രമണം അഴിച്ചുവിട്ട ദിവസം. ഹമാസ് സ്ഫോടനങ്ങളും വെടിവെപ്പും അരാജകത്വവും അഴിച്ചുവിട്ടപ്പോൾ കെയർടേക്കറായ സബിത അന്ന് കിബുട്സിൽ ജോലി ചെയ്യുകയായിരുന്നു. വൃദ്ധദമ്പതികളായ റേച്ചലിന്റെയും ഷ്മൗലിക്കിന്റെയും കെയർ ഗീവറായിരുന്നു സബിത. ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയെ അവർ അഭിമുഖീകരിച്ചു. സബിത ഒരു ഇസ്രയേലി വൃദ്ധ ദമ്പതികളെ പരിചരിക്കുന്നതിനിടയിലാണ് തീവ്രവാദികൾ ആ പ്രദേശത്തേക്ക് ഇരച്ചു കയറിയത്. പരിഭ്രാന്തയാകുന്നതിന് പകരം അവർ എവിടുന്നോ കൈവന്ന മനസ്സാന്നിധ്യത്തോടെ പ്രവർത്തിച്ചു. വാതിലുകൾ പൂട്ടി ദമ്പതികളെ സുരക്ഷിതമായ മുറിയിലേക്ക് മാറ്റി. സായുധരായ തീവ്രവാദികൾ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുമ്പിന്റെ വാതിൽ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അടച്ചുപിടിച്ചു. ഭയപ്പെടുത്തുന്ന ആ നിമിഷങ്ങളിൽ ആക്രമണകാരികൾ കനത്ത വസ്തുക്കൾ ഉപയോഗിച്ച് വാതിലിൽ അടിക്കുകയും പൂട്ടിലേക്ക് വെടിയുതിർക്കുകയും ചെയ്തു. പക്ഷെ സബിത വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. മുറിയിൽ അവർ പ്രാർത്ഥനകൾ ചൊല്ലി ദമ്പതികളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അവരുടെ ജീവൻ രക്ഷിക്കാൻ ഹമാസുമായി 12 മണിക്കൂർ പോരാടി. അവരുടെ ധീരത അന്ന് 3 ജീവൻ രക്ഷിച്ചു. ഇസ്രയേലിലെ പോലീസ് ഉദ്യോഗസ്ഥർ അവരെയും അവരുടെ പ്രവർത്തകയായ മീരയെയും വീരനായികരായി വാഴ്ത്തി. സൈനികർ അവരെ ഇന്ത്യൻ സൂപ്പർ വുമൺ എന്ന് വിളിച്ചു. അവരുടെ കഥ ജൂത സമൂഹത്തിലുടനീളം ഹൃദയങ്ങളെ സ്പർശിച്ചു. കാരണം ജൂതർ വിശ്വസ്തതയെ അങ്ങേയറ്റം വിലമതിക്കുന്നവരാണ്. കഷ്ടകാലങ്ങളിൽ തങ്ങളോടൊപ്പം നിൽക്കുന്നവരെ അവർ ആരായാലും നന്ദിയോടെ ഓർക്കും. പണ്ട് ഹിറ്റ്ലർ വേട്ടയാടിയ ജൂത സമൂഹത്തിന് ഇന്ത്യ ഒരു അഭയമായി മാറിയതും ഇന്നും നന്ദിയോടെ ഓർക്കുന്ന ജൂതർക്ക് അവരുടെ ഒരു വൃദ്ധ ദമ്പതികളെ ഹമാസിൽ നിന്ന് രക്ഷിക്കാൻ വീണ്ടും ഇന്ത്യയുടെ സാന്നിധ്യം സബിതയുടെ രൂപത്തിൽ വന്നത് ഒരു യാദൃശ്ചികതയായിരിക്കും. പിന്നീട് ആരോഗ്യ സംബന്ധമായ കാരണങ്ങളാൽ ദമ്പതികളിൽ ഒരാൾ മരിച്ചപ്പോൾ മറ്റേയാളെ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റി. അതോടെ തൊഴിൽ നഷ്ടപ്പെട്ടു. വിസ കാലാവധി തീരാൻ കുറച്ച് മാസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വൃദ്ധ ദമ്പതികളായ റേച്ചലിന്റെയും ഷ്മൗലിക്കിന്റെയും മകളായ ദളിത് സബിതയുടെ തുണയ്ക്കെത്തി. ഹമാസ് തട്ടിക്കൊണ്ടുപോയ മാർഗലിറ്റ് മോസസ് എന്ന വൃദ്ധയായ സ്ത്രീയെ പരിചരിക്കുന്ന ജോലി ചെയ്യാൻ വേണ്ടി സബിതയ്ക്ക് ആ ജോലി ദളിത് നേടിക്കൊടുത്തു. രണ്ടാമത്തെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് വിട്ടയച്ച സ്ത്രീയായിരുന്നു മാർഗലിറ്റ്. സംഭവം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം ജീവൻ പണയം വെച്ച് നടത്തിയ സേവനങ്ങളെ ഇസ്രയേൽ രാജ്യം മറന്നിട്ടില്ല എന്നൊരു അറിയിപ്പ് നിലച്ചിരിക്കാതെ സബിതയെ തേടി വന്നു. സബിതയുടെ 2ാമത്തെ ടൈമിനായുള്ള B1 കെയർ ഗീവർ വിസ ഇസ്രയേൽ സർക്കാർ സ്വയമേ പുതുക്കി നൽകിയിരിക്കുന്നു. മാത്രമല്ല ഓരോ 5 വർഷം കഴിയുമ്പോഴും അത് സ്വയം പുതുക്കിക്കോളും. സബിതയ്ക്ക് ഇസ്രയേലിൽ എത്ര നാൾ ജോലി ചെയ്യണോ അത്രയും നാൾ അവിടെ ജോലി ചെയ്യാം. ഇസ്രയേൽ വളരെ അപൂർവം വിദേശികൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു സൗഭാഗ്യമാണിത്, ഒരു പ്രിവിലേജ് ആണിത്. സബിതയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിസ മാത്രമല്ല, ഇസ്രയേലിൽ നിന്നുള്ള ഒരു സമ്മാനം കൂടിയാണ്. സ്വന്തം ജീവൻ പണയപ്പെടുത്തി സംരക്ഷിച്ച രാജ്യത്ത് തനിക്ക് ആദരവും സംരക്ഷണവും അംഗീകാരവും ലഭിക്കുന്നതിന് തുല്യമാണ് ഇസ്രയേൽ സർക്കാരിന്റെ ഈ വിസ ഓഫർ എന്നാണ് അവർ പറയുന്നത്. 3 ഇസ്രയേലികളെ സംരക്ഷിച്ചതിൽ സബിത വഹിച്ച പങ്ക് ഉയർത്തിക്കാട്ടുന്ന സാക്ഷ്യപത്രം മോസസ് കുടുംബവും ദളിതും നൽകിയതോടെയാണ് സബിതയ്ക്ക് ഈ ഭാഗ്യം വന്നു ചേർന്നത്. 2 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സർക്കാർ രേഖകൾ ക്ലിയർ ചെയ്യുകയും അവർക്ക് ഒരു റെഗുലർ വിസ അനുവദിക്കുകയും ചെയ്തു. ഇത് സബിത എന്നൊരു സ്ത്രീയുടെ മനോധൈര്യത്തിന്റെ കഥ മാത്രമല്ല, ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ശക്തമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. 2 രാജ്യങ്ങളുടെയും ജനങ്ങൾ തമ്മിലുള്ള ഊഷ്മളതയും പരസ്പര വിശ്വാസത്തിലും പടുത്തുയർത്തിയ ഒരു ബന്ധത്തിന്റെ കഥയാണ്. അവരുടെ ധീരതയും ഇസ്രയേലിന്റെ നന്ദിയും സാധാരണ വ്യക്തികൾക്ക് അസാധാരണമായ വഴികളിലൂടെ എങ്ങനെ അന്താരാഷ്ട്ര സൗഹൃദങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് കാണിച്ചു തരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.